ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ പ്രമേഹം മൂലമുള്ള വൃക്കരോഗങ്ങളെ പറ്റിയാണ്. ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ തീരുമാനിക്കാൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിൻ്റെ ഡയബറ്റിസ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. 2023 ICMRൻ്റെ രേഖകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിൽ തന്നെ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ പ്രമേഹ രോഗികൾ ഇത്രയും അധികമുണ്ട്. അതുമാത്രമല്ല, പ്രമേഹ രോഗികളിൽ 40% ആൾക്കാർക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമുണ്ട്. അപ്പം നമ്മൾ 40% എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു 10 ഡയബറ്റീസ് രോഗികളെ നോക്കിയാൽ അതിൽ 4 പേർക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പം ഇത്രത്തോളം അധികമുള്ള ഒരു അസുഖത്തിനെ പറ്റി കേരളത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടെ അവയർനെസ് വേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന അസുഖം അത് പല സ്റ്റേജിലൂടെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ആദ്യം ഏർലി ആയി തുടങ്ങി പിന്നെ ലേറ്റ് അഡ്വാൻസ്ഡ് എന്ന് പോകും. അപ്പോൾ ഈ അസുഖം പലപ്പോഴും ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലേറ്റ് സ്റ്റേജിലോ അഡ്വാൻസ് സ്റ്റേജിലോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയാലിസിസ്, കിഡ്നി മാറ്റിവെക്കൽ, അതായത് ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള ചികിത്സകൾ മാത്രമേ അതിന് ഫലപ്രദമാകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഒരു നല്ല ശതമാനത്തോളം ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിനെ കൺട്രോളിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അസുഖത്തിനെ പറ്റി കുറച്ചുകൂടെ അറിയേണ്ടി. അതായത് ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 10ൽ 4 പേർക്കും ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്കറിയണം. അങ്ങനെയുള്ളതിൽ ഷുഗർ ഉള്ളതിൽ തന്നെ ഡയബറ്റീസിൻ്റെ ദൈർഘ്യം കുറേ നാളായി ഷുഗറുള്ള പേഷ്യൻസിനാണ് കുറച്ചുകൂടെ റിസ്ക് ഉള്ളത്. അതിൽ തന്നെ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പറയുന്നത് 5 വർഷത്തിൽ കൂടുതലുള്ളവർക്ക് സാധ്യതകൾ കൂടും. അപ്പം അതൊന്ന്. രണ്ടാമത് ഇത് കൂടെ ഫാമിലി ഹിസ്റ്ററി, അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ കിഡ്നി ഡിസീസും ഡയബറ്റീസും ഉള്ള ആൾക്കാർ കൂടെ ബന്ധുക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. മൂന്നാമതായിട്ട് ഷുഗർ കൺട്രോൾ വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ടോ പൊങ്ങിത്താണ് വേരിയിങ് ആയിട്ടുള്ള ആൾക്കാർക്കും ഡയബറ്റിക് നെഫ്രോപ്പതി ഭയങ്കര സാധ്യത കൂടുതലാണ്. നാലാമതായി ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, അതൊരു സിസ്റ്റമിക് ഡിസീസാണ്. നമ്മുടെ കണ്ണിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, ത്വക്കിൽ ഡെർമോപ്പതി, ന്യൂറോപ്പതി എന്ന് പറഞ്ഞ ഞരമ്പുകൾക്ക്, രക്തക്കുഴലുകൾക്ക്, കിഡ്നി, ഇങ്ങനെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം നമുക്ക് മറ്റ് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, അതായത് ന്യൂറോപ്പതി പോലുള്ള പെരുപ്പ്, മരവിപ്പ്, അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാർക്കും നെഫ്രോപ്പതി കൂടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി ഇങ്ങനെയുള്ളവർക്ക് നെഫ്രോപ്പതി ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗമുള്ളവർക്ക് നെഞ്ചുവേദന വരും, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ളവർക്ക് ഒരു വശം തളർച്ച വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കില്ല, ഉടനെ തന്നെ വൈദ്യസഹായം തേടും. പക്ഷേ അതേസമയം കിഡ്നിക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടിന് വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ്, നമുക്ക് മൂത്രത്തിൽ കൂടെ പതഞ്ഞു പോവുക, കാലിന് നീര് വരികയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് നാൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ ട്രൈ ചെയ്ത് കുറയാത്തൊരു സമയങ്ങളിൽ മാത്രമേ കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ. അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആക്റ്റീവായിട്ട് സ്ക്രീൻ ചെയ്യാം. അതായത് ഡയബറ്റീസ് ഉള്ള ഒരു രോഗിക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നാണ്. ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കണം. മെയിനായിട്ട് നോക്കുന്നത് മൂത്രത്തിൽ ആൽബുമിൻ്റെ, യൂറിൻ ആൽബുമിനും പിന്നെ RFT, ക്രിയാറ്റിനിൻ, യൂറിയ പോലുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് നോക്കുന്നത്. ഇനി ഇത് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മളതിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു സാധ്യതയില്ല. ഇനി ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഈ കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷുഗറാണ് ഇതിനെല്ലാത്തിനും കാരണം. ബ്ലഡ് ഷുഗർ കൺട്രോളിൽ വയ്ക്കുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതായി BP, രക്തസമ്മർദ്ദവും കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് 2 കിഡ്നിക്കും അത് സ്ട്രെസ്സ് കൊടുക്കും. അപ്പോൾ ഷുഗറും പ്രഷറും കൺട്രോളിൽ വയ്ക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതായി മൂത്രത്തിൽ മാത്രമല്ല മറ്റ് ഇൻഫെക്ഷൻസും ഡയബറ്റീസ് രോഗികൾക്ക്, പ്രമേഹ രോഗികൾക്ക് വളരെയധികം കൂടുതലാണ്. നമ്മൾ ഓൾറെഡി ഓവർലോഡായിരിക്കുന്ന കിഡ്നിക്ക് ഒരു ഇൻഫെക്ഷൻ കൂടെ വരുമ്പോൾ അത് താങ്ങുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാതെ ഇരിക്കാനായിട്ടുള്ള വെള്ളം കുടിക്കുക, ഫ്രീക്വൻ്റായിട്ട് ഇടയിൽ മൂത്രം ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നാട്ടുവൈദ്യം, പൊടി കലക്കി കുടിക്കുക, നാട്ടുവൈദ്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശം, ഒരു
ഫിസീഷ്യൻ്റെയോ അറ്റ്ലീസ്റ്റ് ഒരു ഫിസീഷ്യൻ്റെയോ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെയോ അഡ്വൈസ് ഇല്ലാതെ മരുന്നുകൾ ട്രൈ ചെയ്യാതിരിക്കുക. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലിയിലുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും, പിന്നെ ഈ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. യൂറിന് പ്രോട്ടീൻ പോകുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആൻറ്റി പ്രോട്ടീനോറിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് തന്നെയുണ്ട്. ഈ പറഞ്ഞ മരുന്നുകളും നമ്മളുടെ കുറച്ച് ജീവിതശൈലി അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഈ ഡയബറ്റിക് നെഫ്രോപ്പതിയെ ഒരു പരിധിവരെ നമുക്ക് തടുത്തു നിർത്താവുന്നതാണ്.